ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് നാലാമത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അതിനു മുമ്പ് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്, വളരെ സന്തോഷകരമായ ഒരു കാര്യം പറയാനുള്ളത്. എൻ്റെ ഈ വീഡിയോ ജേണി കണ്ട് അതിൽ നിന്നും ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് എൻ്റെ ഒരു സുഹൃത്തു കൂടിയായ അഭിലാഷ് വയനാട് വൈത്തിരിയിലുള്ള അവൻ ഒരു പുതിയ വീഡിയോ ചാനൽ സ്റ്റാർട്ട് ചെയ്തു. പുതിയൊരു വീഡിയോ ഇന്നലെ തന്നെ റെക്കോർഡ് ചെയ്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരിക്കുകയാണ്. അപ്പം എനിക്ക് വീണ്ടും പുതിയ വിഷയങ്ങളുമായി വന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ള ഊർജ്ജം കൂടുതൽ ലഭിച്ചിരിക്കുകയാണ്. ഇനിയും നിങ്ങളുടെ സഹകരണങ്ങൾ ഉണ്ടെങ്കിൽ കൂടുതൽ നല്ല വീഡിയോകളും കൂടുതൽ നമ്മുടെ കഴിവുകൾ ഒന്നിച്ച് വർദ്ധിപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനും കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് നമ്മളൊരു കാര്യം പഠിക്കുന്ന സമയത്ത് അതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എങ്ങനെയാണ് പഠിക്കുന്നത്, അത് എവിടെയാണ് അത് സേവ് ചെയ്ത് വെക്കുന്നത്, സ്റ്റോർ ആവുന്നത് നമ്മുടെ ശരീരത്തിൽ എന്നുള്ള ബേസിക് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമ്മുടെ നമ്മുടെ പഠനം വളരെ എളുപ്പത്തിലായിരിക്കും. അത് എങ്ങനെ സ്റ്റോർ ചെയ്യണം എന്ന് നമുക്ക് കൃത്യമായി അറിവ് ലഭിച്ചാൽ, അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് കാര്യം പഠിക്കുമ്പോഴും ഒരു മനുഷ്യന് ഏറ്റവും ബേസിക് ആയിട്ട് അറിയേണ്ട ഒരു അറിവ് അവൻ്റെ കഴിവുകളെ കുറിച്ചുള്ള അറിവാണ്. എങ്ങനെയാണ് മനുഷ്യൻ ഒരു കാര്യം പഠിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. മനുഷ്യന് മറ്റു ജീവികളുമായി ഉള്ള ഏറ്റവും പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് അത് അവൻ്റെ മസ്തിഷ്കത്തിൻ്റെ പ്രത്യേകതയാണ്. നമ്മളൊരു കാര്യം പഠിക്കുമ്പോൾ നമ്മൾ വെറുതെ പഠിക്കുകയല്ല. നമ്മളൊരു കാര്യം, ഒരു യൂട്യൂബ് വീഡിയോ കാണുന്നു, ഒരു പുസ്തകം വായിക്കുന്നു, അല്ലെങ്കിൽ ഒരു പുതിയ ആളുമായി സംസാരിക്കുന്നു, അല്ലെങ്കിൽ ഒരു പുതിയ സ്ഥലത്തേക്ക് നമ്മൾ യാത്ര ചെയ്യുന്നു. അപ്പോൾ പല കാര്യങ്ങളും നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാവില്ല, പലതും നമ്മൾ ഓർത്തു വെച്ചിട്ട് ഉണ്ടാവും. അതിനൊരു പ്രധാന കാരണം നമ്മുടെ കൗതുകമാണ്. മനുഷ്യനുണ്ടാവുന്ന ഒരു കൗതുകമാണ് മനുഷ്യന്റെ ബുദ്ധിയെ അല്ലെങ്കിൽ മനുഷ്യന്റെ നോളജിനെ, വിവരത്തെ വർദ്ധിപ്പിക്കുന്നത്. നിങ്ങളുടെ കാര്യങ്ങൾ ആലോചിക്കുന്നത്, നിങ്ങൾ കൗതുകം ഉണ്ടായിരുന്ന ഓരോ കാര്യത്തിലും നിങ്ങൾക്ക് കൂടുതൽ അറിവുണ്ടായിരിക്കും. അങ്ങനെ കൗതുകം തോന്നി നമ്മൾ കാണുന്ന, നമ്മൾ വായിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ ബ്രെയിനകത്തുള്ള ന്യൂറോ കണക്ഷൻസ് വഴി നമ്മളെ ബ്രെയിൻ അത് സേവ് ചെയ്ത് വെക്കും, ഒരു സ്ഥലത്ത് സ്റ്റോർ ചെയ്ത് വെക്കും. വീണ്ടും നമ്മൾ അതേ കൗതുകമുള്ള കാര്യങ്ങൾ ചെയ്ത് വീണ്ടും ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ അത് വളരെ ശക്തമായ രീതിയിൽ ഒരുപാട് കണക്ഷൻസ് ആക്കി വെക്കും. അങ്ങനെ നമ്മളുടെ ഒരു സ്വഭാവം വരെ അതിലൂടെയാണ് രൂപം മാറ്റം വന്നുകൊണ്ട് നമ്മൾ ഓരോരുത്തരും എന്താണോ അത് നമ്മൾ പഠിച്ചെടുത്ത ഈ രീതിയിലുള്ള പഠനത്തിന്റെ, നമ്മൾ അറിയാതെയുള്ള പഠനത്തിന്റെ, അല്ലെങ്കിൽ നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ പല കാര്യങ്ങൾ പഠിക്കുമ്പോൾ എന്തിനാണ് എന്നും അതിനൊരു സ്ട്രക്ചർ ഉണ്ടാവും. ആ സ്ട്രക്ചർ എന്തുകൊണ്ട് വന്നു എന്നത് ഇത്തരം ബേസിക് കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടാണ് അങ്ങനെ ഒരു സ്ട്രക്ചർ പോലും രൂപപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ നമ്മുടെ ബ്രെയിനിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മുടെ ബ്രെയിന് ഒരിക്കൽ കിട്ടിയ വിവരം, ഒരു സ്ഥലത്ത് നിന്ന് കിട്ടിയ വിവരം, അത് മുമ്പുണ്ടായിരുന്ന വിവരങ്ങളുമായി കമ്പയർ ചെയ്ത് കണക്ട് ചെയ്ത് പുതിയ വിവരങ്ങൾ സ്വയം രൂപകൽപ്പന ചെയ്യാനുള്ള ഒരു കഴിവ് നമ്മുടെ ബ്രെയിനിനുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പുതിയ കഥകൾ ഉണ്ടാക്കുന്നത്, പുതിയ ആശയങ്ങൾ രൂപപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ നാളെ എന്ത് സംഭവിക്കുമെന്ന് പോലും നമ്മൾ ആലോചിച്ച് മെനഞ്ഞെടുക്കുന്നത് ഈ ഒരു ബ്രെയിനിന്റെ പ്രത്യേകത കൊണ്ടാണ്. മറ്റ് ജീവികളൊക്കെ പഠിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അതിൻ്റെ ഭക്ഷണം എവിടെ ലഭിക്കും, അതിൻ്റെ ജീവൻ എങ്ങനെ നിലനിർത്താം എന്നുള്ള ഒറ്റ കാര്യത്തിന് വേണ്ടി മാത്രമാണ്. പക്ഷെ മനുഷ്യൻ അങ്ങനെയല്ല. മനുഷ്യൻ ഒരു കാര്യമില്ലെങ്കിലും, അതായത് അവന്റെ ജീവൻ നിലനിർത്താനോ അവന് ഭക്ഷണം ലഭിക്കുന്നതിനോ ഒരു കാര്യത്തിലും ബന്ധമില്ലാത്ത കാര്യങ്ങളിൽ പോലും മനുഷ്യൻ അവന്റെ സമയം ചെലവഴിക്കും, പഠിക്കാൻ മെനക്കെടും. അതാണ് മനുഷ്യ മസ്തിഷ്കത്തിന്റെ മറ്റൊരു പ്രത്യേകത. പിന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളൊക്കെ ഇത്രേ കാലം ഉണ്ടാക്കിയിട്ടുള്ള നമ്മുടെ കഴിവുകളും നമ്മുടെ അറിവുമെല്ലാം നമ്മുടെ മസ്തിഷ്കത്തിന്റെ വളരെ ചെറിയ 10, 15, 20% മാത്രമാണ് നിൽക്കുന്നത്. അതായത് ഇപ്പോഴും 80% നമ്മുടെ മസ്തിഷ്കം കാലിയാണെന്ന് പറയാം. അതായത് ഇനിയും നമ്മൾ എത്രയാണോ പഠിച്ചത് അതിന്റെ ഒരു 10, 20, 100 ഇരട്ടി കാര്യങ്ങൾ പഠിക്കാനും സേവ് ചെയ്തു വെക്കാനുമുള്ള കഴിവ് നമ്മുടെ മസ്തിഷ്കത്തിനുണ്ട്. ആ ഒറ്റ കാര്യം നിങ്ങൾ എപ്പോഴും ഓർത്ത് വെക്കുക, അത് എത്ര പ്രായമുള്ള ആളാണെങ്കിലും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു കാര്യം പഠിക്കണമെന്നോ ഒരു കാര്യവും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല. അപ്പോൾ പുതിയ AI പോലുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ പലരും പറയും അതൊന്നും ശരിയാവില്ല, ഞാൻ അത്രയും പ്രായമായി. അതൊന്നും ഒരു കാര്യമില്ല. നമുക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, അതിനോട് നിങ്ങൾക്കൊരു കൗതുകമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് തീർച്ചയായും ഏതൊരു കാര്യത്തിലും പഠിച്ച് നിങ്ങളുടെ കഴിവ്, അത് നിങ്ങൾക്ക് മ്യൂസിക് ആവട്ടെ, പാട്ട് പാടുന്നതാവട്ടെ, മറ്റേത് തരത്തിലുള്ള നിങ്ങളുടെ കഴിവും
വർദ്ധിപ്പിച്ചു കൊണ്ടുവരാൻ നിങ്ങളുടെ കൗതുകം എന്ന ഒറ്റ കാര്യം കൊണ്ട് നിങ്ങൾക്ക് സാധിക്കും. അങ്ങനെ നമുക്കെല്ലാവർക്കും കൗതുകത്തോടു കൂടി മുന്നേറാനുള്ള സാഹചര്യം ഉണ്ടാവട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു.